ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതെന്നെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്കരികിൽ എത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800-112356 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 011229011701 മിസ് കോൾ ചെയ്യൂ. താനല്ലേ അവനെ കണ്ടത്? അതെ സാറേ, എന്നെ തള്ളി മറിച്ചിട്ടാവും പോയത്. നിർത്ത്. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? നീ കാര്യം പറയടാ. കുഴിപ്പള്ളിക്ക് കിഴക്കുവശം കമ്പിത്താഴത്ത്. പറയടാ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായത്? നിന്നെ കൊണ്ട് പറയിപ്പിക്കും. പറയടാ. ഹലോ, ആ കുഴിപ്പള്ളിക്കടുത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് സാറേ. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. ഓക്കെ സാർ. എന്താ സാറേ? ആ കുഴിപ്പുള്ളി കിഴക്കുവശത്തെ ഒരു വീട്ടിലെ ഒരുത്തനെ കൊന്നിട്ടിരിക്കുന്നു. ളങ്കിളി കൂടുകെട്ടണ കമ്പിത്താഴം, പൂവരശു പൂത്ത് നിൽക്കും നാലും കൂടി ഗ്രാമം. താവളങ്കിളി കൂടുകെട്ടണ കമ്പിത്താഴം, പൂവരശു പൂത്ത് നിൽക്കും നാലും കൂടി ഗ്രാമം. തെയ്യകതാരോ തെയ്യകതാരോ തെയ്യകതാരോ.
പാതി ആകും തോറും അരയൻ്റുള്ളിൽ തീയാണെന്നേ. മിഥുനമാസ പുലരിലല്ലി അരയൻ്റെ ഉള്ളിൽ പൊടിപൂരം. കാവളങ്കിളി കൂടുകെട്ടണ കമ്പിത്താഴം പൂവരശു പൂത്ത് നിൽക്കും നാലും കൂടി ഗ്രാമം. തെയ്യകതാരോ ടൂൾസ് എടുത്ത് ഒരു കോള് വരണം. വാ, എന്തായി? തീർക്കണം, ഇന്ന് തന്നെ തീർക്കണം. സാറ് വയ്ക്കോ, ഇന്ന് തീർത്തിരിക്കും. ധൈര്യമായിട്ട് പോ. അവനെ വിളി. ശരിയാശാനെ. ഹസനെ ഇറങ്ങിയുണ്ട്. ഡേയ്, നീ അവനെ കൂടി വേഗം ഇങ്ങോട്ട് വാ. ചെറിയൊരു പണിയുണ്ട്. ഞങ്ങൾ എത്തി ആശാനെ. വേഗം വാ. നിനക്കങ്ങോട്ട് മാറി നിന്ന് വലിച്ചൂടെ? ചേച്ചിക്ക് ഇഷ്ടം ഞാൻ വലിക്കുന്നില്ല. അല്ലടാ വരികയാണ്. അവരെത്തിയട്ടാ. എന്താ ആശാനെ? ഇന്ന് തന്നെ തീർത്തു കൊടുക്കണമെന്നാ പറഞ്ഞിരിക്കണേ. ഇന്ന് തന്നെ തീർത്തു കൊടുക്കണം. നമ്മൾ ഇന്ന് തന്നെ തീർത്തിരിക്കും. അത്രേ ഉള്ളൂ. കോമു വാ പോവാ. ഞാനൊന്നില്ലെന്ന് പണിക്ക്. നീ കണ്ടതല്ലേ കാശ് 5000 രൂപ മേടിച്ചിരിക്കണത്. കക്കൂസ് ഇന്ന് തന്നെ പെയിന്റ് അടിച്ച് തീർത്തു കൊടുക്കാന്നാ പറഞ്ഞിരിക്കണേ. ഇപ്പൊ നീ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാ? ആശാൻ എന്തൊക്കെ പറഞ്ഞാലും ഞാനിന്ന് പണിക്കില്ല. ആശാൻ ഇവന്റെ സ്വഭാവത്തിന് യാതൊരു മാറ്റവും ഇല്ല ഇപ്പോഴും. തീരുമാനിച്ച നീ? തീരുമാനിച്ചു. ആശാൻ അറിയില്ല ഞാൻ തിങ്കളാഴ്ച പണിക്ക് വരില്ല എന്നുള്ള കാര്യം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. വാടാ, അവൻ അവിടെ ഇരിക്കട്ടെടാ. നീ വരണണ്ട. ഞാനൊന്നില്ല. എന്നാ ശരി, നന്നാവണ്ട. നീ ഇരുന്നു. ശരി, പോടാ, പോയി പണിയെടുത്ത് ചാവടാ. എടാ, ഞങ്ങള് പണിക്ക് പോണല്ല, പിന്നെ ഞങ്ങള് ചെറായി ബീച്ചിലേക്കാ. അല്ലേ ആശാനെ? ബീച്ചിലേക്കാ? പെണ്ണു വന്നൊരു പെണ്ണു വന്ന് പൊട്ടിച്ചിരിക്കണല്ല, മുന്നിൽ വന്നവൾ എന്നെ നോക്കി തുള്ളിത്തുളുമ്പണല്ല. പെണ്ണു വന്നൊരു പെണ്ണു വന്ന്
പൊട്ടിച്ചിരിക്കണല്ല മുന്നിൽ വന്നവൾ എന്നെ നോക്കി തുള്ളിത്തുളുമ്പണല്ല ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ അഴകേ പൂവഴകേ വരുവിൻ തേനഴകേ ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ അഴകേ പൂവഴകേ വരുവിൻ തേനഴകേ ചിലി 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 പൊന്നാരോ തന 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 തന്നാന കന സന്നാരോ അഴകാ പൂവഴകാ വരുവിന്നാണഴകാ ചിലി 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 ചിങ്കാരി തന 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 തന്നാന കന തന്നാരേ അഴകേ പൂവഴകേ വരുവിൻ തേനഴകേ പോയിടുന്ന വണ്ടും നിൻ മനസ്സിൽ തെളിയുന്ന പ്രേമം എൻ മിഴിയിൽ പണ്ടു കണ്ട സ്വപ്നം നീ അരികിൽ വന്നിടുമോ കൂടെയൊരു പെണ്ണഴകായി ശിങ്കാരി പെണ്ണഴകെ തേനൂറും കണ്ണഴകെ വാ വാ നീ വാ ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ ചിലി 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 ചിങ്കാരി തന്ന 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 തന്നാനക്കന തന്നാരേ അഴകാ പൂവഴകാ വരുവിന്നാണഴകാ ചിലി 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 പൊന്നാര തന 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 തന്നാന കന സന്നാരോ അഴകേ പൂവഴകേ വരുവിൻ തേനഴകേ ചിലി 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 ചിങ്കാരി തന 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 തന്നാനക്കന തന്നാരേ
അഴകേ പൂവഴകേ വരുവിൻ തേനഴകേ. പോവാം. എന്താടി ഇത്ര കാര്യമായിട്ട് പ്രാർത്ഥിച്ചേ? നിന്റെ കുശുമ്പൊന്നും മാറാൻ. നടക്ക്. നിന്റെ നിഴൽ ആൽത്തറയിൽ നിന്നെ തന്നെ നോക്കണ്. ഇവനാണെങ്കിൽ ഒരു പണിയും കൊടുക്കില്ല. കൈയാണെങ്കിൽ കരിങ്കല്ല് പോലെയാണ് ഇരിക്കുന്നത്. നീ എന്തുണ്ടാ ചിരിക്കുന്നേ? ആ അഭിപ്രായം കണ്ടിട്ട് മതിയടാ മതിയടാ, ചുമ്മാ നീ തോറ്റത്. എണീറ്റ് പോടാ. ഇനി ഞാൻ പിടിക്കട്ടെ. എന്നെ തോപ്പിക്കാൻ പറ്റുന്ന നോക്കട്ടെ. വാ പിടി. കാണാട്ടാ. ഞാനിവിടെ ഉണ്ട്. ആ മറുപടി ഒന്നും പറഞ്ഞില്ല. തന്നോട് എത്ര വട്ടോ പറയണേ എനിക്ക് തന്നെ ഇഷ്ടമല്ലെന്ന്? ഹേയ്, അങ്ങനെ പറയരുത്. തന്നെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കണ എന്നോട് അങ്ങനെയൊന്നും പറയരുത്. ഇതൊരു നടക്കി പോകൂല. പിന്നെ നീ നല്ല അടി മേടിച്ചിട്ടേ പോവുള്ളൂ. ഇത് അസൂയാണ്. കൂട്ടുകാരിക്ക് നല്ല കൂട്ടുകാരനെ കിട്ടാത്തതിന്റെ അസൂയ. അയ്യ, നീ ഒന്ന് അടി. ആ അല്ല, പിശാച്. അപ്പൊ ശരി, തന്നെ കൊണ്ട് ഞാൻ പറയിച്ചോളാം. ഓ, എന്താണ് ആശാനെ? എന്താണ് ഇത്? എടാ ഷിനുവിന്റെ പിള്ളേരോടുത്ത പണിയായത്. ആണോടാ? പറഞ്ഞു. ഞാൻ ഒരു കുപ്പി മേടിക്കാൻ വേണ്ടി ബീവറേജിൽ പോയതാ. അപ്പോൾ ഞാൻ നിന്ന ക്യൂവിലേക്ക് അവന്മാർ ഇടിച്ചു കയറി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഈ ക്യൂവിലേക്ക് ഇടിച്ചു കയറി? ഇപ്പോൾ തല്ലി. ആശാൻ കയറി, വണ്ടി എടുക്കടാ. ഞങ്ങളുടെ ചക്രത്തല്ലിട്ട് നീയൊക്കെ ഇവിടെ നിന്ന് വെള്ളം ഒഴിക്കണം. കള്ള് നിങ്ങളെ മുടിയും കൊണ്ടു. അയ്യോ അയ്യോ, വാടാ. പുലിയാടാ. അയ്യോ പൊട്ടിക്കണം. അയ്യോ
കൊടുത്താ അരിഞ്ഞളയും പന്നി. ആശാനെ വാ. ചേട്ടാ ചേട്ടൻ ഏതാ? ഞാൻ ഭയങ്കര വെടിവെപ്പുകാരനാണോ? എടോ വെടിക്കെട്ടുകാരനാണ്. ചേട്ടാ ഈ പ്രാവശ്യത്തെ വെടിക്കെട്ട് ഞാനാണ് സ്പോൺസർ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് ചേട്ടൻ വെടിയങ്ങ് അടിച്ചങ്ങ് പൊളിച്ചു. ഞാൻ ഏട്ടടാ. അല്ല വേറൊന്നുമല്ല ചേട്ടാ, 10-12 കൊല്ലം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാ. അതുകൊണ്ട് ചേട്ടൻ ഒന്ന് അറിഞ്ഞങ്ങോട്ട് പെരുമാറിക്കോണം. ഈ ഗൾഫുകാരനല്ലേ? പക്ഷെ കണ്ടാ പറയൂലട്ടാ, നിന്റെ വെടി ടക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 
ആശാനെ ഒറ്റയാ മതിയായിരുന്നു. ഹലോ മുരുക, ഇത്തവണ നമ്മൾ അഴിച്ച് പൊളിക്കുക ആശാനെ. നിന്റെ പിള്ളേർക്ക് പൊളിച്ചിടാ. വേണ്ട, നിന്നെ പൊളിക്കൂടാ. പോടാ വീട്ടില്. നിന്നോട് പറഞ്ഞ് വീട്ടിൽ പോവാൻ. ചപ്പാ കൊടിയേറിന് ഇങ്ങനെയാണെങ്കിലേ ഉത്സവത്തിന് എന്തായിരിക്കും നമുക്ക് കാണാട്ടാ. കാണാടാ. ചേട്ടന്റെ കുടുംബത്തിൽ ഒരാളെ പോയി അല്ലെങ്കിൽ കേട്ടില്ല. പോട്ടാ, നീ അത് വിട്. ഒന്ന് പോവാ. എന്താണ് വാസു? എന്തേ അമ്പലത്തിലെ ആനയാണ് ചേട്ടനൊന്ന് പറഞ്ഞു. എന്താ നിനക്ക് കളിക്കാൻ പാടില്ലേ? എന്നിട്ട് വേണം എന്റെ പിള്ളേർ നടന്നു പോകുമ്പോ അച്ഛനില്ലാത്ത പിള്ളേർ പോകണം, അച്ഛനില്ലാത്ത പിള്ളേരൊന്നും നാട്ടുകാർ പറയാൻ ചേച്ചി ഒന്ന് പറയാ പറയാ. വാസു, അമ്പലത്തില് നല്ല ശർക്കര ഇരിക്കുണ്ടാവും. ആ ശർക്കര എടുത്തുണ്ടായിട്ട് നന്നായിട്ട് അങ്ങ് ഉരുക്കി എടുക്കണം. ഉരുക്കിയോ? എന്നിട്ട് ഈ കമ്പെടുത്തോ. എന്നിട്ട് ആ വടം കൊണ്ടുപോയി ഈ ഉരുക്കിയ ശർക്കരയിൽ മുക്കിയെടുക്കണം. ഒരറ്റം അമ്പലപ്പറമ്പിലെ ആൽമര ഉണ്ടല്ലോ, ആൽമരത്തിൽ അങ്ങ് കെട്ടണം. എന്നിട്ട് മറ്റേ അറ്റം ആനയ്ക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആന അതങ്ങ് ശർക്കരയല്ലേ, ആന വഴിക്കോളും. എന്നിട്ടെന്താ, അപ്പൊ തന്നെ ആന പിണ്ടിടും, കയറുപിണ്ടം. ആ കയറുപിണ്ടത്തിന്റെ ഒരറ്റം കൊണ്ടുപോയി അപ്പുറത്തുള്ള തെങ്ങിലും കുരുക്കി കെട്ടണം. കെട്ടിയോ? അപ്പൊ ആന അഴയില് കിടന്ന് ഇങ്ങനെ ആടി കളിക്കും. എങ്ങനെയുണ്ട്? കളച്ചോ? അപ്പൊ ആനയുടെ വയറ്റിൽ കൂടെ അല്ലേ കമ്പ പോയത്? പോയി തളക്കണ്ടേ ചേച്ചി? ആനയെ പോയി തളക്കണ്ടേ? ഈ ബുദ്ധി നേരത്തെ അറിഞ്ഞായിരുന്നെങ്കിൽ എത്ര ആനയുടെ. ദൈവമേ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? മുരുക, ഹരികര പോവുകയാണ്, കാത്തോളണേ.
അതെ അച്ഛാ, ഈ തോർത്ത് എന്തിനാ എനിക്ക് തന്നത്? ആന എന്നെ ചവിട്ടി കൊല്ലുകയാണെങ്കിൽ ഇട്ട് മൂടാനാടാ. എവിടെ പോയി കിടക്കാണ്? നിങ്ങൾ വന്ന് ചോറ് തിന്ന്, മരുന്ന് കഴിക്കാനുള്ളതല്ലേ. എൻ്റെ മോമറ്റടി അവന് കാണാണ്ട് മനസ്സിലുണ്ട് എവിടെ പോയി കിടക്കുന്നുണ്ട്. ബൈക്കൊന്നുള്ള യാത്ര. നിങ്ങൾ ഒറ്റ ഒരുത്തം കാരണം അവൻ ഇത്ര നേരമായിട്ട് വീട്ടിൽ വരാത്തത്. ഏട്ടനല്ലെങ്കിൽ 10 മണി കഴിയാതെ വരാറില്ലല്ലോ. മതി TV കണ്ടത്, പോയി കിടന്ന് ഉറങ്ങാൻ നോക്കടി. അവൾക്ക് അവിടെ TV മനുഷ്യനോട് അവൻ വന്നില്ലേ ഹരിയേട്ടാ? ആരാ? കുഞ്ഞപ്പനാണോടാ? ആ, അവതോര് വന്നില്ലെന്നേ. അവൻ ചിലപ്പോ കൂട്ടുകാരായിട്ട് എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ആ, എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. വീട്ടിലൊരാടെ വേവലാതിയെ കുറിച്ചിട്ട് അവനറിയോ? എന്നാ ഞാൻ പോവാണ്. ആ എന്താ ഇത്ര നേരം വൈകിയെന്ന് ചോദിക്കാം. ആര് വൈകടി? ഇനിയിപ്പോ അവൻ വൈകിയാലും നിനക്കെന്താ? ആൺകുട്ടികളെ ചിലപ്പോൾ വൈകും. ഓ, അച്ഛൻ ചോറ് തന്നിട്ടില്ല, ഏട്ടന് കത്തിരിക്കായിരുന്നു. എങ്ങനെ തിന്നാനാണ്? സാധനം എന്റെ കയ്യിൽ ഇരിക്കുമല്ലേ. ഇതിന്റെ ബാക്കി അവിടെ പോയടാ? അത് ആശാനെ ഇത്തിരി കുടിച്ചു. അല്ല, നീ എന്ന് മുതൽ ആശാനായി? കൊണ്ടുവന്ന് കൊടുക്ക്, അല്ലെങ്കിൽ ചോറ് ഇറങ്ങൂല. പിന്നെ നീ എത്ര നേരം അവിടെ പോയി കിടക്കരുതാ? മനുഷ്യൻ വിശന്നിട്ടിരിക്കരുന്നു ഇവിടെ അല്ലേ? അയ്യോ, ഇത് അമൃതല്ലേ, വിശപ്പ് സഹിച്ചിരിക്കാൻ. ഇത് കഴിക്കുന്നവർക്ക് എന്നും ഇതൊരു അമൃത് തന്നെയാടി കണ്ടങ്കോരന്റെ മോളെ. അല്ലല്ലേ, വേണ്ടി വന്ന നിന്നെ ചവിട്ടി കൂട്ടി അരച്ചിട്ട് തേമ്പി തേച്ചാടി നിന്നെ. കൊളവമ്പനാടി ഞാൻ. മതയാന മനസ്സിലായ? തുടങ്ങി തള്ളും തളക്കലും. ആ ലവനെ, എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ടാൽ ഏത് കൊലകൊമ്പനും കൊമ്പ് കുത്തുട മോനെ. എന്റെ തരിപ്പങ്ങട് മാറി. 5ാം ക്ലാസ്സുകാരിയായ ബാലികയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കൊന്ന് പുഴയിലെറിഞ്ഞ അടിച്ചോട് വീട്ടിൽ മുജീബ് 23-നെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ മുജീബ് എന്ന് പറയുന്നവനെ ഇവിടെ ഒന്ന് ചായ കുടിക്കാറുള്ളതാണോ? ആ, ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ മോൾ അസീലാനും കൊണ്ട് ഇവിടെ നാടുവിടാനാ തോന്നണേ. ഏത് നാട്ടിൽ ചെന്നാലും ഉണ്ടാവുക ഇതുപോലെ ചില ഞരമ്പ് രോഗികള്. അവനൊക്കെ വേറൊന്നും ചെയ്യാനില്ല. പിടിച്ചവന്റെ സൂനാപ്പി അങ്ങ് ചെത്തിക്കളയണം. അതാണ് എനിക്കെന്താ വേണ്ടേ? ഒരു ചായ വേണം, ആദ്യം കഴിക്കാനും എടുക്ക്. എന്റെ വിഷ കൊടുത്തു. പിന്നെ ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പഞ്ചായത്തിൽ ആർക്കെങ്കിലും വീട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലൊരെണ്ണം ചേട്ടനുള്ളതായിരിക്കും. തീർച്ചയായും ഞാൻ ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. മോനെ എത്രയാടാ? ട്രോഫി ആയിട്ട് രാജനും മോനും വന്നെത്തിയല്ലോ. വാടാ, ഞങ്ങളൊക്കെ ഒന്ന് കാണട്ടെ, ട്രോഫി നോക്കട്ടെ. നീയാടാ ഈ പഞ്ചായത്തിന്റെ മുത്ത്. ഞങ്ങളൊന്ന് കാണട്ടെ ഞങ്ങളുടെ ചെക്കനെ. നീ മേടിച്ചു കളഞ്ഞോളൂ തച്ചോളി കമ്പ് ഫസ്റ്റ് എടുത്തു പൊക്കണ നമ്മുടെ പയ്യനെ. കണ്ടോ വെള്ളം വരാത്ത? നീ വന്നപ്പോ മുതൽ ഈ വാഷ്റൂമിൽ നിൽക്കുകയാണല്ലേ, ഇതുവരെ വെള്ളം വെച്ച് തരുന്നില്ലേ? അതിന് വെള്ളം നിന്നിരിക്കുകയാണ് ആശാനിത്. അത് ശരി, പിന്നെ എന്തിനാണ് ഈ വാഷ്റൂമിൽ നീ ഇവിടെ നിൽക്കണേ? വെള്ളം വരുമെന്ന് അറിയാൻ വേണ്ടി നിൽക്കണതാ. എന്നിട്ട് അറിഞ്ഞാ? ഏയ്, വെള്ളം വരാൻ സാധ്യതയൊന്നും ഇല്ല. എങ്കിൽ നീ കാര്യം ചെയ്യടാ, ആ പെയിന്റിംഗ് എടുത്ത് കളക്കടാ. ആശാന അറിയാൻ പാടില്ലേ എനിക്ക് പെയിന്റ് അലർജി ആണെന്നുള്ള കാര്യം? നന്നായി. എന്നിട്ടാണ് നീ ഹെൽപ്പിന്റെ പണിക്ക് വന്നിരിക്കണത്. വെള്ളം പിടിക്കല് ഹെൽപ്പറി പെട്ടതല്ല ആശാന. അത് ശരി, അപ്പൊ വൈകുന്നേരം വരെ ഇതും പിടിച്ചിട്ട് നിൽക്കാനാണ് നിന്റെ പ്ലാൻ? ഇല്ല, നിന്നെയൊക്കെ കൊണ്ട് പണിക്ക് വന്നില്ലേ? ആ എന്നെ വേണം പറയാ. ദൈവമേ, എല്ലാവരും കള്ളന്മാരാണ്, എല്ലാവരും കള്ളന്മാരാണ്. ദൂരത്ത് ആൾക്കാർ ഉറച്ചോണ്ടിരിക്കുന്നു. കാണാ, കളഞ്ഞിട്ട് പോടാ, വഴി കളഞ്ഞിട്ട് പോടാ, പോ. മര്യാദക്ക് പണിയെടുക്കാൻ നോക്കടാ, കള്ളപ്പണി എടുക്കാണ്ട്. എടാ മോനെ സജി, എടാ ഈ പണി തീർന്നിട്ട് ഇതിൽ നിന്നെങ്കിലും കിട്ടിയിട്ട് വേണം കഴിഞ്ഞ പണിക്ക് കടമാച്ച കാശ് കൊടുക്കാൻ.
ഇല്ലെങ്കിലേ അമരനെ പൊക്കി ഏറി നിർത്തും, അറിയാലോ. മനുഷ്യനെ കൊല്ലല്ലേ, ഞങ്ങൾ മരിച്ച് പണിയെടുക്കും ആശാനെ. കണ്ടില്ല തുടങ്ങടാ. ആശാനെ കാലത്ത് വെച്ച് പുട്ട് ചതിച്ചെന്നാ തോന്നണേ. ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരട്ടെ. എന്താണ് ഇത്? എന്റെ ദൈവമേ, ഞാൻ ഈ പണിക്കില്ല. എന്തൊരു തൂറലാടാ ആശാനെ. എടാ 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 എന്തെങ്കിലും ചെയ്യടാ. ചെയ്തോണ്ടിരിക്കടാ. ഈ വഴി നോക്കി ഇവിടെ എത്തിയ ആ ചന്ദ്രിക എത്തി. രമണന്റെ ഇന്നത്തെ പണി തീർന്നു. കാവ്യ കാവ്യ കാവ്യല്ലാളിയാ. നിമിഷം നിമിഷം പണിയെടുക്കടാ. പിന്നെ ഇത് പോയടാ. ഇവിടെ നിമിഷം വന്നേക്കാണ്. അന്നേരം കാവ്യ പണിയെടുക്ക്. ഇവന്മാരാണ് ഇനി പണിക്ക് വിളിച്ചേക്കുന്നത്. അത് ആശാനെ ബാപ്പ വിളിച്ച് ഏൽപ്പിച്ചതാടി. എന്നിട്ട് ബാപ്പ എവിടെ? ഞാൻ പറഞ്ഞില്ലേ, ഉമ്മയും ബാപ്പയും ഇത്താത്തന്റെ വീട്ടിൽ പോയി. പറ്റിയ ആൾക്കാരാ. അതെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നീ എന്നെ കാണാൻ വന്നതാണോ അതോ സജി ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാണോ? ഒന്ന് പോടിയാണ്. ഹസീന ഹസീന എന്താ? ഒരു വെള്ളം വേണമായിരുന്നു. എനിക്കറിയാം വെള്ളമൊക്കെ വേണ്ടി വരും. ഇന്നെന്താ ക്ലാസ്സിൽ പോകാനേ? തനിക്കെന്താ ഞാൻ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ? അല്ല, താൻ പഠിച്ചൊരു ജോലി കിട്ടിയാൽ നമ്മൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ അതൊരു ആശ്വാസമാകില്ല. അങ്ങനെയൊന്നും പറയരുത്. അല്ല, ഈ പണി ഇന്നെങ്കിലും തീരൂ? പെട്ടെന്ന് തീർത്തേക്കാമേ. ഹസീനെ, ഞാൻ പോവാണേ. ശരി എന്നാ. ഇവളെ കൊണ്ട് പറയിക്കാൻ എന്തോ ഒരു മാർഗം. ഏയ് ഒന്ന് നിന്നേ. സംഗതി ഞാൻ തന്റെ പുറകെ നടക്കുന്നതൊക്കെ ശരിയാണ് എന്ന് കരുതി കാണുന്നിടത്തൊന്നും ഓടിക്കേറി നടക്കുന്ന ആൾക്കാരല്ലേ ഞങ്ങൾ. അതെ അല്ലേ? അപ്പൊ ആ കാണണോ? വൃത്തികെട്ടോ നാറ്റിച്ചല്ലോ തെണ്ടി. എന്താടാ വായി നോക്കി? ആശാന് ഇച്ചിരി പെയിന്റ് വേണമായിരുന്നു. അയ്യോ, പെയിന്റ് കിട്ടിയപ്പോ നീ ഇവിടെ മല മറിച്ച് കളയും. പെങ്കൊച്ചിനങ്ങ് വീട് ഈ പെയിന്റ് വാട്ടെടുത്ത് തലേ കമത്തും ഞാൻ. അമ്മച്ചിയാണ് ഈ ഹരിഹരൻ ആടിക്കഴിഞ്ഞ പിന്നെ പോര് പറമ്പാനങ്ങൂല, ചലിക്കില്ല. വേലെടുത്താടി വരുന്നേ വേൽമുരുകൻ തുണയാലേ, ശൂരപത്മൻ ശൗര്യമടക്കും വേൽമുരുകൻ തുണയാലേ. പാട് പനം കുയിലേ, ആട് മനം കിളിയേ, പാടിപ്പാടിയാടിയാടി ആടാടടി പൂമയിലേ.
പാട് പനം കുയിലേ ആട് മനം കിളിയേ പാട് പനം കുയിലേ ആടാട് മനം കിളിയേ പാടി പാടി ആടി ആടി ആടാടടി പൂമയിലേ പാട് പനം കുയിലേ ആടാട് മനം കിളിയേ പാട് പനം കുയിലേ ആട് മനം കിളിയേ പാട് പനം കുയിലേ ആടാട് മനം കിളിയേ നേരെ നിന്ന് പുഞ്ചിരിക്കും കണ്ട് കണ്ട് ഞാൻ കൊതിക്കും എന്തിനാണ് പൊന്മയിലേ ഇങ്ങനെ നിന്ന് ആടണത് നേരെ നിന്ന് പുഞ്ചിരിക്കും കണ്ട് കണ്ട് ഞാൻ കൊതിക്കും എന്തിനാണ് പൊന്മയിലേ ഇങ്ങനെ എന്നെ നോക്കണത് മൂന്ന് നില പൊട്ടും കുത്തി മുക്കുറ്റി ചാന്തും തൊട്ട് മൂന്ന് നില പൊട്ടും കുത്തി മുക്കുറ്റി ചാന്തും തൊട്ട് നേരെ നിന്ന് പുഞ്ചിരിക്കണൻ വള്ളി മണാളനെ പാട് പനം കുയിലേ ആടാട് മനം കിളിയേ തെക്ക് തെക്കേ പാടത്ത് പൂത്തു നിൽക്കണ പൂവരശിൽ തെക്ക് തെക്ക് തെക്കേ പാടത്ത് പൂത്തു നിൽക്കണ പൂവരശിൽ ചാരി നിന്ന് ശൂരപത്മൻ നോക്കണ കണ്ടടി പൂമയിലേ ആട്ടം കൂറയ്ക്കണ്ട കണ്ണി ആടി ആടി വീഴല്ലേ പെണ്ണി ആട്ടം കൂറയ്ക്കണ്ട കണ്ണി ആടി ആടി വീഴല്ലേ പെണ്ണി അന്ന നടത്തോണിയേറി ആടാടടി പൂമയിലേ പാട് പനം കുയിലേ ആട് മനം കിളിയേ പാടി പാടി ആടി ആടി ആടാടടി പൂമയിലേ പാട് പനം കുയിലേ ആടാട് മനം കിളിയേ ഞാൻ പറഞ്ഞ ഈ കളി നല്ലതിനല്ലാന്ന്
പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിക്കളം തേടിയ പ്രായത്തിൽ ഒരു കാര്യോ നിർജേണ്ട ഏ സജന സജി എന്താടാ ഇത്? ബെന്നി ചേട്ടാ, അവന്മാരാണ് ആദ്യം പ്രശ്നം ഉണ്ടാക്കുക. ഞാൻ ഒന്ന് കണ്ടിട്ട് പറ്റേ. നിന്റെ അച്ഛൻ ബെന്നിയുടെ കയ്യിൽ നമ്മളെ ജാമ്യത്തിലൊക്കെയുള്ള കാശ് വല്ലതും കൊടുത്തിട്ടുണ്ടാവോടാ? അതിന് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ എവിടെന്നാ കാശ് ആശാനെ? നിന്റെ അമ്മയുടെ ചെമിക്ക കമ്പനി വിറ്റ കാശ് എന്തെങ്കിലും കാശ് വരുമ്പോൾ എടുത്ത് കൊടുത്താൽ പോരെ? എന്ത് വിളിച്ച കോമഡിയാണ് ആശാനെ. തിരിച്ചതെല്ലാം പറ്റൂല, പോലീസ് സ്റ്റേഷനാണേ. ലാ 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 ലാ.
പൂത്തു കുണുങ്ങിയ മാവിന്മേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ പൂത്തു കുണുങ്ങിയ മാവിന്മേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ ഞാനൊന്ന് വീണതു നീന്നില്ല വിളിച്ചതും കരളേ നീയൊന്നോർക്കില്ലേ നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും റസിയ അരികത്ത് വരികില്ലേ നീ നടേത് ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ എന്ത് പോലീസ് സ്റ്റേഷൻ അത് ആശാൻ ഇങ്ങനെയാണ് മാഡം, എന്താണെന്നറിയില്ല. പോലീസ് സ്റ്റേഷനിൽ കയറി അപ്പ പാടണം. ചെറുതായിട്ട് മര്യാദയ്ക്ക് നിന്നോ. മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി. മൈലഞ്ചിക്കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ അയ്യോ ഞാനൊരു മര്യാദക്കാരനാ, എന്നെ കൊണ്ട് വെറുതെ വേഷം കെട്ടിക്കല്ലേ. ഇതിപ്പോ ബെന്നി പറഞ്ഞത് കൊണ്ടാ. എല്ലാവരോടുകൂടി പറയാണ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ ഇടിച്ച് നിന്റെയൊക്കെ കൂമ്പ് ഞാൻ കളയും. ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കില്ല സാറേ. ഇല്ല. എന്നാ എല്ലാവരും പൊയ്ക്കോ. ആ നിങ്ങൾ പൊക്കോ. ബെന്നില്ലായിരുന്നെങ്കിൽ ഇടികൊണ്ട് തൂറിയനെ. ഇത് നിന്റെ അമ്മ പറഞ്ഞോണ്ട് മാത്രമാ. ഇനി നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയ എന്നെ കിട്ടില്ല നിന്റെ കാര്യത്തിൽ ഇടപെടാൻ, മനസ്സിലായോ? അമ്മ ഇനിയും പറഞ്ഞിട്ടുണ്ട് എന്റെ അച്ഛനെ ഇറക്കേണ്ടി വരാൻ. ചെയ്തോ വാടാ. ചേട്ടാ ഞാൻ ഫോൺ ചെയ്തു. കാശുണ്ടാ? ആ ഇതൊന്നും ഇല്ലല്ലോ ചേട്ടാ. എന്താടാ ഉള്ളത് വാങ്ങിച്ച് പോവാൻ നോക്ക്. നിനക്കിത് അകത്തിരുന്ന് കൊടുത്തോളൂ. എന്തെടുക്കണ ഇവിടെ? ഞങ്ങൾ വെറുതെ ഇരിക്കേട്ടാ. വെറുതെ ഇരിക്കണ? എന്താണ് എൻ്റെ കയ്യിൽ? ഒന്നുമില്ല ചേട്ടാ. ഒന്നുമില്ലെങ്കിൽ എന്താണ് മറച്ചു പിടിച്ചേക്കണ? ചേട്ടാ മേത്തോട്ടുള്ള കളി വേണ്ടട്ടാ. തൊട്ടാ നീ ഇവിടെ മനസ്സിലാ തൊട്ട എന്താവുന്ന് വന്ന കീറിക്കളയും പന്നി. അയ്യോ എന്താ ഒന്ന് നിക്ക്. അയ്യോ എന്റെ ദൈവമേ, ഏട്ടാ ഒന്ന് നിക്കേട്ടാ. അയ്യോ ഏട്ടാ, ഏട്ടാ എങ്ങോട്ടാ പോന്നേ? ഏട്ടാ ഒന്ന് നിന്നേ. ഏട്ടാ എന്താ കാര്യം? എന്താ? അയ്യോ വേണ്ട വേണ്ട. എന്താടാ അത്? എന്താവൻ വരുന്നതിനെ തല്ലിയേ? സ്കൂളിലെ ഒരു പെണ്ണുങ്ങളുടെ ബാത്റൂമിൽ ഒളിഞ്ഞു നോക്കി. അത് ഞാൻ മാഷിനോട് പറഞ്ഞു. അവരെന്നെ അവന്മാരെ തിരിച്ചെല്ലണം. വേണ്ടേട്ടാ വേണ്ട. അത് പറഞ്ഞ പറ്റില്ല. നീ ഒരാളെങ്കിലും തിരിച്ചെല്ലണം. ഏർപ്പെടുന്നു. വാ കേറ്. കേറിയ ഇതല്ലടാ അവൻ്റെ? അതെ. അവൻ വീട്ടിലില്ലാന്ന് തോന്നണേ. നോക്കാം.
ഇവനല്ലേ വാടാ നിക്കടാ അടിക്കടാ അടിക്കടാ അവനെ അടിക്കടാ താനേ താനേ തന്നനം തന്നാനേ താനേ താനേ തന്നനം തന്നാനേ താനേ താനേ തന്നനം തന്നാനേ താനേ താനേ തന്നനം തന്നാനേ. നമ്മുടെ കൊച്ചനാ പേര് അമ്പു. ടീം ഞാൻ ദിനു. ക്ലാസ്സിൽ ഒന്നിറങ്ങി പുള്ളിയാട്ടാ. ആള് കൊള്ളാലോ, ചെലവ് ചെയ്യണോട്ടോ. എന്താ മോനെ വലിച്ചോ? എന്താ മോനെ ഇത്രയായിട്ട് സിഗരറ്റ് വലിക്കൂല? വലിക്കണ വലിച്ച തല ഇറങ്ങോ? അങ്ങനെയൊന്നും തല ഇറങ്ങില്ല, സിഗരറ്റ് അല്ലേ ഇതൊക്കെ. കഥകളായ സാധനമുണ്ട്, അത് ഇതിനേക്കാളും സൂപ്പറാ. അത് നിനക്ക് പിന്നെ തരാം കേട്ടാ. ഞാൻ പോണ്. ചായ എടുത്തു വെച്ചേക്കുന്നു, വന്ന് കഴിക്ക്. മക്ക നീ ചായ കുടിച്ചാടാ? കുടിച്ച്. എടാ 11 മണിക്ക് അരിക്കാരും വരും. അലമാരയിൽ കാശിരിപ്പുണ്ട്, എടുത്തു കൊടുത്തേക്കണം കേട്ടോ. ശരിയമ്മ. കാർത്തു പോടി. ദേ വരുന്നു. പിന്നെ വൈകില്ലേ, വേഗം നടക്ക്. ആൾമാരെല്ലാം കൂടെ അവിടെ കിടന്ന് ബഹളം വെക്കും. ലാ 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 la 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 മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി. കളിവട്ടം പറയാൻ കൂടണ്ടേ, കളമൊഴി പാടാൻ പോരില്ലേ. കളിവട്ടം പറയാൻ കൂടണ്ടേ, കളമൊഴി പാടാൻ പോരില്ലേ. കളിക്കളം തേടിയ പ്രായത്തിൽ ഒരു കാര്യം ചൊല്ലിയതോർക്കില്ലേ. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി. നാട്ടിട വഴിയുടെ ഓരത്ത് 4 മണിപ്പൂ തേടുമ്പോൾ, നാട്ടിട വഴിയുടെ ഓരത്ത് 4 മണിപ്പൂ തേടുമ്പോൾ, നാടോടി കാറ്റെത്തിയ നേരം ചേർന്നു പുണർന്നത് ഓർക്കില്ലേ. കുടമുല്ലപ്പൂവിന്റെ മണമുള്ള രാവുകൾ കളിവട്ടം കൊളുത്തി വെച്ചു റസിയ പലവട്ടം ഞാനിരുന്നു. കുടമുല്ലപ്പൂവിന്റെ മണമുള്ള രാവുകൾ കളിവട്ടം കൊളുത്തി വെച്ചു റസിയ പലവട്ടം ഞാനിരുന്നു. മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കുട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി.
പൂത്തു കുണുങ്ങിയ മാവിന്മേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ പൂത്തു കുണുങ്ങിയ മാവിന്മേൽ മാങ്ങ പറിക്കാൻ കയറുമ്പോൾ ഞാനൊന്ന് വീണതും നീ നില വിളിച്ചതും കരളെ നീ എന്നോർക്കില്ലേ നടേതു ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും രസിയാരികത്ത് വരികില്ല നീ നടേതു ചെന്നാലും ചുണ്ടൻ മാങ്ങ കണ്ടാൽ നിൻമുഖം ഓർമ്മ വരും രസിയാരികത്ത് വരികില്ല നീ മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കൂട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കൂട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമായി കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിവട്ടം പറയാൻ കൂടണ്ടേ കളമൊഴി പാടാൻ പോരില്ലേ കളിക്കളം തേടിയ പ്രായത്തിൽ ഒരു കാര്യം ചൊല്ലിയതോർക്കില്ലേ മൈലഞ്ചി കാട്ടിലെ കിളിച്ചുണ്ടൻ മാവിൽ കിളിക്കൂട്ടം പറന്നണഞ്ഞു റസിയ മാമ്പഴക്കാലമാ. എടാ സജി എന്താടാ ഇതെടാ കാവ്യ. എവിടെ? അയ്യോ ചീപ്പെടുത്തു ഇനി ഇവൻ ചീപ്പാവും. വന്നല്ലോ ഇവനെന്റെ ശകുന്തള. ഇവനെപ്പോഴും ഇങ്ങനെയാണ് ഐസ് ഫ്രൂട്ടിയാ പോണത് ചില ചൊറി പിടിച്ച പിള്ളേരെ പോലെ. അതെ എന്താ മുഖത്തൊരു പാട്ടം? അണ്ണാൻ ചപ്പിയതായിരിക്കും. അത് അവിടെ കുറെ ചെക്കന്മാര് മൊബൈലിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തു. അത് ചോദിക്കാൻ ചെയ്യുന്നതിന് ഒരുത്തൻ കാവയുടെ കൈ പിടിച്ച് ഞെരിച്ചു. ഇവനെ ഇവൻ വന്നാ ഫോൺ മേടിച്ചെന്ന് ഇവൻ എന്ത് കൊടുക്കും? എന്ത് കൊടുക്കാനാ? ഇവൻ കുറെ നാളായല്ലേ കുട്ടിയുടെ പിന്നാലെ നടക്കണേ. ഇവനെ ഇഷ്ടമാണെന്ന് ഒന്ന് പറ മോളെ, അതിനെന്തിനാ അത്ര മടി? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ചു തരാം. അത് ശരിയാവില്ല, അല്ലാണ്ട് മേടിച്ചാൽ മതി. പിന്നെ ഒന്ന് പോയേ, പോയി വേറെ ആളെ നോക്ക്. വാടാ വല്ല കാര്യമുണ്ടോ? ഏയ് എന്താ ഇവള് പറയൂ. അത് താൻ പറഞ്ഞ പോരാ, ഈ കുട്ടി പറയട്ടെ. ശരി, ആ ഫോൺ എനിക്ക് വാങ്ങിച്ചെന്ന് ഞാൻ പറയും. എനിക്ക് ഇയാളെ ഇഷ്ടമാണെന്ന്. ആശാനെ എന്നാ പിന്നെ വാ.
എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷേ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. ഖെയ്നി, ഗുഡ്ക, പുകയില, ജർദ, പാൻ മസാല അവ ഞങ്ങളുടെ ജീവിതം താറുമാറാക്കും. ആൽത്തറയിൽ എവിടെയെങ്കിലും ഇരിപ്പുണ്ടാവും. ഇന്നലെ സജി ശരിക്കും മണ്ടനായില്ലേ? നിന്റെ ചാവിയ ഇരിപ്പുണ്ട് 2. ഇന്ന് നിനക്ക് പണിയാണ്. എന്താണിത്? നീ ഇന്നലെ പറയാന്ന് പറഞ്ഞിട്ട് മുങ്ങിയല്ലേ? എന്ത്? അല്ല, അവന്മാരോട് ചോദിച്ചാ പറയാന്ന് പറഞ്ഞില്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഫോൺ മേടിച്ചെന്നാ പറയാന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഫോൺ കടലിൽ പോയില്ല ആശാനെ. കടലിൽ കളയാൻ ഞാൻ പറഞ്ഞു. ഇത് ചീറ്റിംഗ് ആണ് ആശാനെ. അതെ, ചീറ്റിംഗ് ആണ്. അല്ല, പോകുവാണോ? ഞാൻ കുറെ നാളായി നിന്റെ പുറകെ നടക്കണം. അതെ, പാവം. നീ കാണാനിട്ടല്ലാന്ന് എനിക്കറിയാം. കണ്ടില്ല നടിക്കുന്നതാ. പിന്നല്ലാണ്ട്. അല്ലെങ്കിൽ നീ പെണ്ണല്ലേ? അല്ലേ? നിനക്ക് ആടാനും പാടാനും പ്രേമിക്കാനും ഒന്നും അറിഞ്ഞൂടെ? പെണ്ണ് തന്നെയാണ്. എടോ മര്യാദയ്ക്ക് സംസാരിക്കണം. താൻ എന്റെ പിന്നാലെ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കിടന്ന് ആടണ. നീ കോപ്പാടും. കാണണം. ഹസീനെ ഇറങ്ങിക്ക്. ആ മൊബൈലിലോ പാട്ട് വെച്ചേ. പാട്ടോ? എന്ത് പാട്ട്? ഇപ്പൊ കാണിച്ചു തരൂ കേട്ടോ. വല്ല കാര്യമുണ്ടോ? വേണ്ടായിരുന്നു. മതിയാ?
മണ്ടന്മാര്. കലക്കി. കൺഗ്രാറ്റുലേഷൻ. മതിയായ നിനക്ക്. Glad to meet you. വടി പോവാ. ഓരങ്ങന്മാര്. അയ്യോ അറിയല്ലോടാ. ഏയ് തന്നെ എനിക്ക് ഇഷ്ടാട്ടാ. ഒടുവിൽ നീ വളച്ചെടുത്തടാ എന്റെ ചക്കരെ. നീയാണടാ എന്റെ ശിഷ്യൻ. മഴയാണു പെണ്ണേൻ മനസാകെ, മഴയാണു പെണ്ണേൻ മനസാകെ, മഴയാണു പെണ്ണേൻ മനസാകെ, മഴയാണു പെണ്ണേൻ മനസാകെ. ആ മഴയത്തു നീളം തീയായി വന്നാലൻ മനമാകെ തെളിയുമെൻ കണ്ണാളേ. മഴയാണു പെണ്ണേൻ മനസാകെ. പൂവരശു പൂക്കുന്ന നാട്ടിൽ പൊന്നാര്യൻ കൊയ്യുന്ന പെണ്ണേ. കളിവഞ്ചിപ്പാട്ടിന്റെ ഈണത്തിലെന്നെ നീ കളിയാക്കി ചിരിക്കുന്നതിന്റെ. മഴയാണു പെണ്ണേ മനസാകെ. അച്ഛൻ ഈ തോക്കൊണ്ട് എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് അച്ഛ? ഒന്ന് പറഞ്ഞേ. ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് നിന്റെ അച്ഛൻ. സ്കൂളിൽ ചെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അച്ഛ.
പിന്നെ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. നീ ഈ തള്ളു കേട്ട് നിൽക്കാണ്ട് പോയി പാല് മേടിച്ചിട്ട് വന്നേ. എന്നാ വെള്ളം നനച്ചു കഴിഞ്ഞില്ലേടി? തീർന്നു. ഇവിടെ ഇരുന്ന് ഈ തോക്കും കൊണ്ട് കളിക്കുന്നതിലും ഭേദം അകത്ത് വന്ന് കുറച്ച് തേങ്ങ ചിരണ്ടി തന്നൂടെ മനുഷ്യ. ഇതിലും ഭേദം അതിർത്തി തന്നെ കിടക്കുന്നതാ. നീയൊന്നും പറയണ്ട വിട്. വരുമെന്നാവോ? എന്താ ഇത് നോക്കിയേ? എന്താ ക്ലാസ്സിൽ കയറാണ്ട് ഇവിടെ ഇരുന്ന് വീഡിയോ വലിക്കട നീ? ഇത് കഞ്ചാവാടാ. നീ കഞ്ചാവാണ് വലിക്കണല്ലേ? നടക്കങ്ങട് നടക്കടാ. എടാ ഞങ്ങളുടെ മക്കളും ഈ സ്കൂളിൽ തന്നെയാണ് പഠിക്കണ. നടക്കട നടക്കട. ഇവൻ എന്തിനാ പിടിച്ചോണ്ട് വന്നേക്കുന്നേ? ഇവൻ എന്ത് തെറ്റാ ചെയ്തേ? നിങ്ങളൊന്ന് കാര്യം പറ. മാറി നിക്ക് പെണ്ണുമ്പിള്ളേ, നല്ല പണി ചെയ്തിരിക്കണേ. അയ്യോ മോനെ, സാർ എന്താ അവൻ ചെയ്തേ? നിങ്ങളാണ് ഇവന്റെ അമ്മ? അതെ. ഇവന്റെ അച്ഛൻ എവിടെ പോയി? അവന്റെ അച്ഛൻ പണിക്ക് പോയിരിക്കുക. നിങ്ങൾ മകനെ ശ്രദ്ധിക്കാറില്ല അല്ലേ? സാറേ, സ്കൂളിൽ കഞ്ചാവ് വിൽപ്പനയും വലിയാണ് അവന്റെ പണി. സാർമാരെ, എന്റെ മോൻ അങ്ങനെ ചെയ്യില്ല. അവനെ കൊണ്ട് ആരെങ്കിലും ഇത് ചെയ്യിപ്പിച്ചതായിരിക്കും. ഇത് എവിടെന്നാ കിട്ടിയത്? ആരാ ചെയ്യിപ്പിച്ചെന്ന് ഞാൻ നോക്കാം. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല സാറേ. അയ്യോ സാർമാരെ, അവനെ കൊണ്ടുപോകല്ലേ. സാർമാരെ, അവനെ കൊണ്ടുപോകല്ലേ. സാറേ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല. ആരോ അവനെ ചതിച്ചതാ. എന്റെ കുഞ്ഞങ്ങനെ ചെയ്യില്ല. സാറേ, അവനെ കൊണ്ടുപോകല്ലേ സാറേ. നല്ലൊരു ചെക്കനായിരുന്നു. അവൻ എങ്ങനെ ഇതിൽ വന്ന് പെട്ടെന്ന്? ഈശ്വര, എന്റെ ചേച്ചി, ഇതിലൊന്നും വന്നു വിടാൻ അധികം നേരമൊന്നും വേണ്ട. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് വീട്ടുകാർ അറിഞ്ഞില്ലെന്നൊക്കെ പറയുമ്പോ വീട്ടുകാരൊക്കെ അറിഞ്ഞോണ്ട് തന്നെയാണ്. അറിയാൻ പാടില്ലെന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. കാശ് കിട്ടണ്ടാവേ. ചേച്ചി കരച്ചിലൊന്ന് നിർത്ത്. സ്റ്റേഷനിലേക്ക് ബെന്നിച്ചേട്ടൻ പോയേണ്ട്. അവരവനെയും കൊണ്ട് വരുള്ളൂ. കരയില്ല ചേച്ചി. ചേച്ചി, ഇതാ അവര് വരണുണ്ട്. ചേച്ചി, എന്റെ ചേച്ചി, നിങ്ങൾ എന്താ കാണിക്കുന്നത്? അവന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അല്ലാതെ അവൻ അടിച്ചിട്ട് എന്ത് കിട്ടാനാ? SSLCക്ക് 100% മാർക്ക് വാങ്ങിച്ച ചെക്കന കഞ്ചാവും വലിച്ച്. ഇനിയിപ്പോ അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി ഇവനോട് ഇതൊന്നും ചോദിക്കാൻ വേണ്ടി നിൽക്കണ്ട. നാളെ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇറങ്ങട്ടെ, എനിക്ക് പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോണം. ശരി. അമ്പോ, അതെന്താടി? എന്നെ പോലും. ഹലോ, പോസ്റ്റ്മോർട്ടത്തിന് കയറ്റിയൊക്കെയാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ബെന്നിച്ചേട്ടൻ നോക്കിക്കോളൂ. ഞാനങ്ങോട്ട് വിളിക്കാൻ കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കോണേ. ശരി.
ആശാനെ ആശാനെ തൊഴിലുറപ്പിന്ന് കിട്ടിയ കാശുണ്ട് എൻ്റെ മോനോളൊരു ഷർട്ട് മേടിച്ച് വെച്ചിട്ടുണ്ട്. പന്തല് കിടത്തുമ്പോൾ എൻ്റെ മോന് ആ ഷർട്ട് ഇട്ട് കൊടുക്കാൻ എൻ്റെ മോനെ വിഷമിക്കില്ല. നല്ലപോലെ തടവ്, ഭയങ്കര വേദനയാ. എപ്പ കഴിഞ്ഞു മോനെ? ഒരു 5 മണിയായി കാണും. ഓ, ആ അമ്പുവിന്റെ അമ്മയുടെ ഒരു കരച്ചിലേ സഹിക്കാൻ പറ്റണില്ല. അതിന്റെ അപ്പുറത്താ രാജൻചേട്ടൻ. ആ ഈശ്വരന്റെ ഒരേ കളി. മതിമോളെ, നീ ഇത്തിരി വെള്ളം വെക്കുന്നു വെച്ചിട്ടുണ്ട്. ആ കമ്പിത്താഴം ആ കേറിക്കോ പോവാം. ആദ്യം പോകുന്ന ബസ് മോനൊന്ന് ഓടിക്കയറ വേഗം. ആ കമ്പിത്താഴം ആദ്യം കയറി ആദ്യം പോകാം. കമ്പിത്താഴം സമയല്ലേ? ആ കമ്പിത്താഴം ചേട്ടാ ചേട്ടാ എന്താടി പുറത്താരും മുട്ടുന്നു. ആരാടി ഈ സമയത്ത്?
നീ ആ ലൈറ്റ് ഒന്ന് ഓൺ ചെയ്ത്. കൊച്ചപ്പ എന്നെ ഒന്ന് സഹായിക്കണം. എൻ്റെ പുറകെ പോലീസ് ഉണ്ട്. ഈ രാത്രി ഒന്ന് കഴിഞ്ഞിട്ടാ മതി, പിന്നെ ഞാൻ പൊക്കോളാം. നീ അകത്ത് പോ. എന്താ ഉണ്ടായത്? നീ വാ. വാ, നീ ഇവിടെ ഇരുന്നോ, ഞാനിപ്പോ വരാം. കൊച്ചാപ്പ എനിക്കിട്ട് പണിതല്ലേ. നിന്നീ നാടിനൊരു ആവശ്യമില്ല. നീ പക്ഷെ അപ്പൊ കൊച്ചാപ്പന് ആവശ്യം വരും. കൊച്ചാപ്പന്റെ കുഴിമാടത്തിൽ ഒരു പിടി മണ്ണിടാൻ. നടക്കടാ. എടാ, നിന്നീ നാടിനൊരു ആവശ്യമില്ല. നീ പോ. അമ്മ പതുക്കെ. എന്തു പറ്റി അമ്മേ? അമ്മയ്ക്ക് വേദന വീണ്ടും കൂടി. ഭയങ്കര വേദനയാണോ? ചെറിയ കുത്തിയുള്ള വേദന നെഞ്ചിനുണ്ട് മോനെ. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചോളാം, നീ ഒന്ന് പോയി കേറ്. സൂക്ഷിച്ചു. വിട്ടോ. ആ അതെ, വന്നേക്കാ. ഒരു 15 മിനിറ്റ് ഞാൻ ഈ ഭക്ഷണം ഒന്ന് കഴിച്ചോട്ടെ. ആ കൊച്ചാപ്പ ചോറിന് മതി. ഇനി കൊച്ചാപ്പിന് പോലെ മണ്ണാണ്, മണ്ണ്. ആ ടീമേ, നീ വരുന്നുണ്ടോ? ദുൽഖറിന്റെ പടം ഒന്ന് റിലീസാ. ഞാൻ വരണം. ആ എന്നൊരു ഗോൾഡ് വലി. ഇങ്ങോട്ട് കൊണ്ടുവാ. എന്നാ ശരി. ശരി എന്നാ.
വരാം. ഗോപിയെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് എടുത്തേ. ചേട്ടൻ അങ്ങോട്ട് ഇറങ്ങിയതാ? എനിക്ക് അദ്ദാനപാലിനെ കാണണം. ആരും നമ്മുടെ പട്ടാളക്കാരനെ? ആ, അയാളും ഭാര്യ മോനും കൂടി കല്യാണത്തിന് പോയില്ലോ. എനിക്ക് ഇവിടെ നിന്നാണ് കല്യാണത്തിന് കാശ് വെക്കാനുള്ള കവർ വാങ്ങിയത്. എനിക്ക് ആളെ കാണേണ്ട കാര്യം ഉണ്ടായിരുന്നു. അയാളുടെ മോള് വീട്ടിൽ കാണല്ലോ. അവള് കല്യാണത്തിന് പോകണമെന്നില്ല. മകളെ കണ്ടിട്ട് കാര്യമില്ല, എനിക്ക് അയാളെ കാണണ്ടേ. ഇവരെ വന്നു ധനവരട്ടോ, ഇവിടെ ആരും ഇല്ലേ? ധനവരട്ടോ. ഒന്ന് നിൽക്ക്, ഞാൻ പൈസ എടുത്തോണ്ട് വരാം. അയ്യോ, ചേട്ടൻ ചോറ് കഴിച്ച് പോയില്ലേ അമ്മച്ചി? അയ്യോ എന്റെ മോനെ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? നീ കാര്യം പറയടാ. കുഴിപ്പള്ളിക്ക് കിഴക്കുവശം കമ്പിത്താഴത്ത്. നീയാണോടാ കുത്തിയത്? നീ അവിടെ തന്നെ ഉണ്ടാവണം, കേട്ടോടാ. പറയടാ, നിന്റെ കൂടെ ആരൊക്കെ ഉണ്ടായത്? നിന്നെ കൊണ്ട് പറയിപ്പിക്കും. പറയടാ. ഹലോ, ആ കുഴിപ്പള്ളിക്കടുത്ത് ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് സാറേ. നിങ്ങൾ അങ്ങോട്ട് പൊക്കോ, ഞാൻ വന്നേക്കാം. താനല്ലേ അവനെ കണ്ടത്? അതെ സാറേ, എന്നെ തള്ളി മറിച്ചിട്ടാവും പോയത്. എൻ്റെ കാല് ഇങ്ങനെ ആയിപ്പോയല്ലോ. അല്ലെങ്കിലുണ്ടല്ലോ അവനെ ഞാൻ പിടിച്ചേനെ സാറേ. ഇവന്റെ മൊഴി രേഖപ്പെടുത്തിയില്ലേ? ആ, എഴുതി സാർ. ഇവനെ വിടല്ലേ. RTO വരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് കമ്പിത്താഴം വരെ ഒന്ന് പോണം. ചേച്ചി കടപൂട്ടാണോ ഞാനൊരു ചായ കുടിക്കാൻ വന്നു? ആഹാ, അപ്പൊ താനൊന്നും അറിഞ്ഞില്ലേ? എന്താ ചേച്ചി? നമ്മുടെ അരികരന് ആന ചവിട്ടിന്ന് അയ്യപ്പള്ളി വെച്ച കണ്ടാ സഹിക്കില്ല. വല്ലാത്തൊരു കിടപ്പാണ്. മനുഷ്യന്റെ കാര്യമൊക്കെ ഇത്ര. ആശാനെ, അവനോട് പറയണ്ടേ കാവ്യയുടെ കാര്യം? ആയിരിക്കുന്നവനോട് എങ്ങനെയാടാ പറയാ? അവന്റെ കാവ്യ അവനെ വിട്ടു പോയെന്ന് അതും കൂടി കേട്ടാലോ അവൻ.
എന്തായാലും ഞാൻ പെട്ട്. നമ്മൾ തമ്മിൽ കണക്ക് ബാക്കിയുണ്ട്, അതും കൂടി തീർത്തിട്ടാണ് പോയാ പോരെ. അതിനെന്താടാ, തീർക്കാം. ഷീബേ, അടുത്തോടെ ഞാൻ വെക്കും കേട്ടാടി. അല്ല, നിന്നെ ഇന്നലെ പെണ്ണ് കാണാൻ വരെന്ന് പറഞ്ഞിട്ട് എന്തായടി? ചെക്കനെ എനിക്ക് ഇഷ്ടപ്പെട്ടാടി. എന്തായി? ചെക്കന് വല്ല കുവങ്ങണ്ണും ഉണ്ടാടി? അതൊന്നുമല്ലേ ചേച്ചി, ചെക്കന് എന്റെ അത്രയും പക്വതയൊന്നും ഇല്ലാന്നേ. ചെക്കനങ്ങനെ പക്വത ഉണ്ടാടി, നീക്ക് 40-40 വയസ്സായി. പിന്നെ ഇന്നലെ രാത്രി നമ്മുടെ പട്ടാളക്കാരന്റെ മോളെ കൊന്നവനെ പോലീസ് പിടിച്ചോണ്ട് പോയെന്ന് നമ്മുടെ വീട്ടുകാരൻ ചായക്കടയിൽ പോയിച്ചു വന്നപ്പോ പറഞ്ഞതാ. രണ്ട് പേരെ കൊന്നിട്ട് എടാ മോനെ, നീ പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചെന്ന് വിചാരിച്ചാ? നല്ല അസല ഇടി ഞാൻ ഇടിക്കും. സത്യം പറടാ, എന്താ ഉണ്ടായത്? പറ, എന്താണ് ഉണ്ടായത്? സാറേ, ഞാൻ സാറ് വിളിട്ട് കൊന്നാലും ശരി, ഞാൻ പറഞ്ഞത് സത്യമാണ്. കൊച്ചാപ്പനെ കുത്തിയത് ഞാനാണ്. പക്ഷെ ആ പെങ്കൊച്ചിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. ഞാനവിടെ പോയിന്നുള്ള സത്യമാണ്. സാർ, ആ പെങ്കൊച്ചിനെ കൊന്നത് അവനല്ലല്ലോ സുധാകര. പിന്നെ സജി, നീ ഇവിടെ ഒന്ന് ഇരിക്കുകയാണോ? വാ, വീട്ടിലേക്ക് പോ. ഞാൻ നിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. എടാ, അവിടെ നിന്റെ അമ്മ നിന്നെ അന്വേഷിക്കുന്നു. വാടാ, വീട്ടിലേക്ക് പോ. നീ കരയാണോടാ? എന്ത് പറ്റിയടാ? നീ കരയല്ലടാ. എനിക്കൊരു കാര്യം പറയണ്ട എന്റെ കാവ്യ. അതിനെ കുറിച്ചൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്താടാ കാര്യം? ഇഷ്ടമുള്ളവരെ ദൈവം നേരത്തെ വിളിക്കും. ഇത് വിളിച്ചതല്ല പിന്നെ കോലത്തിൽ നിന്നെ എൻ്റെ അമ്മ എങ്ങനെ കണ്ടാൽ നിന്നെ വിളിച്ചുകൊണ്ട് വന്നാൽ കെട്ടിച്ചേർന്നേക്കാന്ന് പറയും. അയ്യടാ, എന്നെ മാന്യമായി കല്യാണം കഴിച്ചാൽ മതി. അല്ല, നീ എപ്പോ വന്നു? ഞാനോ? നീ കുളി കഴിഞ്ഞ് ഡ്രസ്സ് മാറിയില്ലേ? ഇപ്പൊ വന്നതാ. അപ്പൊ ഞാൻ ഡ്രസ്സ് മാറുന്ന നീ കണ്ടാ? ഞാൻ കണ്ട്. അയ്യേ,
എടി പോത്തെ, ഞാൻ ചുമ്മാ പറഞ്ഞതാ. അപ്പൊ നീ എന്നെ പറ്റിച്ചതല്ലേ? ആ പിന്നേടി നിന്റെ ഒരു കാവ്യ. കാവ്യ 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 അവൾക്ക് കൊടുക്കാനുള്ള ബുക്ക് എടുക്കാൻ മറന്നല്ലോ. തന്നെ എനിക്ക് ഇഷ്ടാട്ടാ. മോനെ സജി നിക്കൊന്ന് പറയട്ടെ.
എടുക്കുന്നതും തൊടുക്കുന്നതും ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണെങ്കിൽ ചെന്ന് കൊള്ളുന്നതും അതേ ലക്ഷ്യത്തിൽ തന്നെ ആയിരിക്കും. അങ്ങനെ കൊണ്ടാൽ ഏത് കൊലകൊമ്പനും കൊമ്പ് കുത്തുട മോനെ, കൊമ്പ് കുത്തും. അച്ഛാ അച്ഛാ എന്തിനാ എനിക്ക് തന്നത്? ആന എന്നെ ചവിട്ടി കൊല്ലുകയാണെങ്കിലേ ഇട്ട് മൂടാനാടാ. നീ ഇതാരോടും പറയരുതേ. നീ എങ്ങാനും മകത്ത് പോയാലും നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്ക് പിന്നെ ആരാടാ ഉള്ളേ? സജി മോനെ, da na na
കമ്പിത്താഴും പൂവരശു പൂത്തു നിൽക്കും നാലും കോടി ഗ്രാമം. കാവളം കിളിക്കൂട് കൂട്ടണ കമ്പിത്താഴും പൂവരശു പൂത്തു നിൽക്കും നാലും കോടി ഗ്രാമം.